വാർത്തകൾ നോക്കാം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 31 വിദ്യാർത്ഥികൾക്ക് പഠന വിലക്ക്. 19 പേർക്ക് 3 വർഷവും 12 പേർക്ക് 1 വർഷവുമാണ് വിലക്ക് ഏർപ്പെടുത്തുക. അതേസമയം കേസിൽ ഒരാൾ കൂടി കീഴടങ്ങിയതോടെ പിടിയിലായവരുടെ എണ്ണം 11ആയി. 4ാം വർഷ BVSC വിദ്യാർത്ഥി അമീൻ അക്ബർ അലിയാണ് ഇന്നലെ കീഴടങ്ങിയത്. 7 പേരെയാണ് ഇനിയും പിടികൂടാനുള്ളത്. ഇവർ ഉടൻ പിടിയിലാകുമെന്നും കേസിൽ 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നും അറിയുന്നു. വയനാട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനമേറ്റി ഇറങ്ങിയിട്ടും പോലീസ് ഇടപെടും വരെ ആഭ്യന്തര അന്വേഷണം നടത്താനോ വിഷയം റിപ്പോർട്ട് ചെയ്യാനോ ഹോസ്റ്റൽ വാർഡന്റെ ചുമതലയുള്ള ഡീൻ തയ്യാറായിട്ടില്ല. സംഭവം അറിഞ്ഞില്ലെന്ന വാദം കളവാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം 15-നാണ് 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ക്യാമ്പസിനകത്ത് ക്രൂരമർദ്ദനത്തിനിരയായത്. 18-ാം തീയതി ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുന്നതുവരെ വിവരം കുടുംബത്തെയോ പോലീസിനെയോ അറിയിക്കാൻ അധികൃതർ തയ്യാറായില്ല. മരിച്ചതിനുശേഷം 4 ദിവസം കഴിഞ്ഞാണ് കോളേജിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ പോലും അധികൃതർ തയ്യാറായത്. അതും മരണത്തിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടി പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനു ശേഷം മാത്രം. ക്രൂരമായ റാഗിംഗ് നടന്നുവെന്നറിഞ്ഞിട്ടും ഇത് പതിവാണെന്ന മട്ടിൽ കോളേജ് അധികൃതർ എല്ലാം മൂടിവെച്ചതാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ചത്. സംഭവം അറിഞ്ഞിരുന്നില്ലെന്നാണ് വിശദീകരണം തേടി സബ് രജിസ്ട്രാർക്ക് ഡീൻ നൽകിയ മറുപടി. പലർക്കുനേരെയും വധഭീഷണി അടക്കമുയർന്നിട്ടും അവർക്ക് സുരക്ഷയൊരുക്കാനോ ധൈര്യം പകരാനോ കോളേജ് അധികൃതർ തുനിഞ്ഞില്ല. ഫലത്തിൽ കോളേജ് അധികൃതരുടെ മൗനം വെറ്ററിനറി കോളേജിനെ കുറ്റകൃത്യങ്ങളുടെ ക്യാമ്പസായി മാറാനിടയാക്കിയെന്നാണ് ആരോപണം. മുൻപ് ഇവിടെ നടന്ന സമാന സംഭവങ്ങളിലും അന്വേഷണം വേണമെന്നും ക്രിമിനൽ വിദ്യാർത്ഥികളോടൊപ്പം അവർക്ക് കൂട്ടായി നിന്ന കോളേജിലെ അധികൃതർക്കെതിരെയും നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വയനാട്. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. അതേസമയം കോട്ടയത്ത് KSU പ്രവർത്തകർ നൈറ്റ് മാർച്ചും നടത്തി. കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ രാജ്യത്തെ BJP സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് പുറത്തു വന്നേക്കും. ഇതോടൊപ്പം സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും സ്ഥാനാർത്ഥികളാകുമെന്ന് ഉറപ്പായി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹവും ശക്തമാണ്. BJPയിൽ ചേർന്ന PC ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായേക്കും. പത്തനംതിട്ടയിൽ ശ്രീധരൻ പിള്ളയുടെ പേരും സജീവമായി ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന ചർച്ചകളും സജീവമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലേക്ക്. നാളെ ഹൈക്കമാൻഡ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന നിലപാടിൽ കേരള നേതൃത്വം ഉറച്ചു നിൽക്കുകയുമാണ്. 3 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MPമാർക്ക് പകരം പുതുമുഖങ്ങളെ അവതരിപ്പിക്കാനുള്ള ചർച്ചകളും നേതൃത്വത്തിനിടയിൽ സജീവമാണ്. LDF പ്രചരണ രംഗത്ത് ആദ്യഘട്ടം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വവും നടത്തുന്നത്. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചരണം തുടങ്ങി. റോഡ് ഷോയോടുകൂടിയായിരുന്നു പ്രചരണം ആരംഭിച്ചത്. വടക്കഞ്ചേരി ടൗണിലായിരുന്നു ആലത്തൂർ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ റോഡ് ഷോ.
ആദ്യഘട്ട പ്രചാരണത്തിന് തുടക്കമായപ്പോൾ വടക്കഞ്ചേരി ടൗൺ ജനനിബിഡമായി. വിജയപ്രതീക്ഷയുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ. ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു മതേതരത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം കാംക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആലത്തൂർ മണ്ഡലത്തിലെ ജനതയും ഇടതുപക്ഷത്തെ വരവേൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാലക്കാട് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ 2 ദിവസം മുമ്പ് തന്നെ മണ്ഡലത്തിലെത്തിയിരുന്നെങ്കിലും റോഡ് ഷോ നടത്തിയത് ഇപ്പോഴാണ്. ന്യൂസ് 18 പാലക്കാട്. എളമരം കരീമിന്റെ ഇക്ക പോസ്റ്ററിൽ വിമർശനവുമായി മുസ്ലിം ലീഗ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോൾ എളമരം കരീം സഖാവായിരുന്നു. ഇപ്പോൾ ഇക്കയായി മാറിയത് എങ്ങനെയെന്ന് ജില്ലാ പ്രസിഡന്റ് എം.എ. റസാഖ് മാസ്റ്റർ. ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടപെടാത്തതിന്റെ കുറ്റബോധം മറയ്ക്കാനാണ് പേരിനൊപ്പം കരീം ക എന്ന് ചേർത്തിരിക്കുന്നത്. കുറ്റബോധത്തിൽ നിന്നുടലെടുത്ത പ്രയോഗമാണിതെന്നും വിമർശനം. അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എളമരം കരീം മത്സരിച്ചിട്ടുണ്ട്. അന്ന് എളമരം കരീം ക എന്ന പേരിലല്ല പറഞ്ഞത്, സഖാവ് എളമരം കരീം എന്ന പേരിലാണ്. ഇപ്പോൾ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. ആ ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ വരാത്ത ഒരു ജാള്യത CPM-നുണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന കുറ്റബോധത്തിന്റെ ഭാഗമായിട്ടാണ് കരീം ക എന്ന ആ പ്രയോഗം കൊണ്ട് വോട്ടർമാരെ സമീപിക്കുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടപര്യന്തം കേരളത്തിന്റെ അകത്ത് ന്യൂനപക്ഷ വിഷയങ്ങളിൽ അവരുടെ നിലപാടുകളും അതുപോലെ ഓരോ വിഷയങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ ഉണ്ടായിട്ടുള്ള കുറ്റബോധത്തിന് ഉടലെടുത്തതാണ് ഇങ്ങനെ ഒരു പ്രയോഗം ആവശ്യമാണ് എന്നുള്ളത്. അത് തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും CPM എടുക്കുന്ന ഒരു നിലപാടിന്റെ ഭാഗം ആവർത്തനമാണ്. കേരളത്തിന് കേന്ദ്ര സഹായമെന്ന പ്രചരണം തെറ്റിദ്ധരിപ്പിക്കില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നികുതി വിഹിതമായി 2736 കോടി രൂപയും IGSTയുടെ സെറ്റിൽമെന്റിനായി 1386 കോടി രൂപയുമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. സാധാരണഗതിയിൽ തന്നെ ബജറ്റ് അനുസരിച്ച് ഗഡുക്കളായി സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട നികുതി വിഹിതമാണിവ. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട IGST വിഹിതം അനുവദിച്ചത് കേന്ദ്ര സഹായമല്ലെന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ പ്രതിരോധത്തിൽ സഹകരിച്ച് മലപ്പുറം ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജനകീയ ക്യാമ്പയിനായ നെല്ലിക്കയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ വൃക്കരോഗികളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാണ് നെല്ലിക്ക എന്ന് പേരിട്ട ഈ ഉദ്യമം. കളക്ടറേറ്റിലെ ചായയിൽ മധുരം ഒഴിവാക്കിയും എണ്ണപലഹാരങ്ങൾക്ക് പകരം ആവിയിൽ വേവിച്ചനങ്ങൾ ഉൾപ്പെടുത്തിയും ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. ജില്ലയിലുടനീളം ഈ ഒരു ശൈലി പ്രചരിപ്പിക്കാനുള്ള നടപടികൾക്കാണ് നെല്ലിക്ക പദ്ധതിയിലൂടെ തുടക്കമാകുന്നത്. ആദ്യം പുളിക്കുമെങ്കിലും പിന്നീട് മധുരിക്കുന്ന നെല്ലിക്ക പോലെ ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കണമെന്ന് ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് കളക്ടർ പറഞ്ഞു. ഒരുപക്ഷെ റിയൂസ് ചെയ്യുന്ന ഓയിലുണ്ടാകുന്ന പ്രശ്നം അതിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന പോളാർ കോമ്പൗണ്ട്സ് ക്യാൻസറസ് ആണെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുള്ള റിസർച്ച് ഫൈൻഡിങ്സിന്റെ ബേസിസിലാണ്. നിലവിലുള്ള ഭക്ഷണ രീതികൾ തുടരുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കൃത്രിമ നിറങ്ങൾ, അമിത അളവിലുള്ള എണ്ണ, ഉപ്പ്, പഞ്ചസാര എന്നിവ കുറവുള്ള ഭക്ഷണങ്ങൾ കൂടി സമാന്തരമായി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയെന്ന ലക്ഷ്യമാണ് നെല്ലിക്ക ക്യാമ്പയിനുള്ളത്. സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ളവരെയും ഒരേപോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭക്ഷണ നിർമ്മാണ രീതിയിലും ഉപയോഗത്തിലും വലിയ ഒരു മാറ്റം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആരോഗ്യവകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, IMA, കുടുംബശ്രീ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, ബേക്കേഴ്സ് അസോസിയേഷൻ, കാറ്ററിംഗ് അസോസിയേഷൻ, ട്രോമ കെയർ തുടങ്ങി വിവിധ സംഘടനകൾ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. വൈറൽ ഹൈപ്പറ്റൈറ്റിസ് ആശങ്കയിൽ മലപ്പുറം നിലമ്പൂരിലെ പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകൾ. 2 മാസത്തിനിടയിൽ 2 പേരാണ് ഇവിടെ രോഗം ബാധിച്ച് മരിച്ചത്. നിലവിൽ 152 പേർക്കാണ് രോഗബാധയുള്ളത്.
രോഗബാധയുടെ ഉറവിടം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാകാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തുകളിൽ നടക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ 2 മാസത്തിനിടെ 152 പേർക്കാണ് രോഗം ബാധിച്ചത്. 38 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് അടുത്തിടെ 2 പേർ മരിച്ചിരുന്നു. 47ഉം 60ഉം വയസ്സുള്ള പുരുഷന്മാരാണ് മരിച്ചത്. ഈ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു. അവിടെ വർക്ക് ചെയ്യുന്ന കൊച്ചാളുകൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് വന്നത് ആളിൽ നിന്നാണ് ഇവിടേക്ക് വലിയൊരു ഔട്ട് ബ്രേക്കായിട്ട് മാറിയത്. കാരണം ഗൂഡല്ലൂർ പോയി യാത്ര ചെയ്ത ആൾ ഇവിടെ വന്നിട്ട് മഞ്ഞപ്പിത്തമായിട്ട് അതിൽ നിന്ന് 2-3 പേർക്ക് വന്നു. അങ്ങനെ പല ഇതിൽ നിന്ന് സ്കാറ്റേഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് അവിടെ ഒരു ഔട്ട് ബ്രേക്കായിട്ട് മാറിയത്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും വ്യക്തി ശുചിത്വം കർശനമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 6 കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്കയച്ചതിൽ 3 എണ്ണത്തിലെ വെള്ളം ഉപയോഗയോഗ്യമല്ലെന്ന റിപ്പോർട്ടാണ് ലഭിച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കിണറുകൾ 3 ദിവസത്തിലൊരിക്കൽ ക്ലോറിനേറ്റ് ചെയ്ത് വെള്ളം ശുചിയാക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. വയനാട്ടിൽ അടച്ചിട്ട ഇക്കോ ടൂറിസം സെന്ററുകൾ തുറക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവ്. തുറക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാകണം. കുറുവ ദ്വീപിലെ താൽക്കാലിക വാച്ചറായ പോൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിട്ടത്. മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കും കാമുകന്റെ അച്ഛനും അമ്മയ്ക്കും എതിരെ കൊലക്കുറ്റം ചുമത്തും. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അമ്മ ശ്രീപ്രിയ, കാമുകൻ ജയസൂര്യയുടെ അച്ഛൻ കുമാർ, അമ്മ ഉഷ എന്നിവരാണ് കേസിൽ പ്രതികൾ. മാസങ്ങൾ നീണ്ട അതിക്രൂര മർദ്ദനങ്ങൾക്ക് ഒടുവിലാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടി മരിച്ചതെന്ന് ഉറപ്പായതോടെ മൃതദേഹം ബാഗിലാക്കി ശ്രീപ്രിയയാണ് തൃശൂരിലെത്തി ഉപേക്ഷിച്ചത്. ഡിസംബർ 10-നും ജനുവരി 10-നും ഇടയിലായിരുന്നു ഇത് നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. തിരൂർ CIMK രമേശാണ് കേസ് അന്വേഷിക്കുന്നത്. മച്ചിന് ഇയാളെ ഏതാ ചെയ്തേക്കണേ? ഇയാളൊപ്പം കുട്ടിയുടെ ഒപ്പം ഇയാൾ വന്നതാ. ഇപ്പൊ കുട്ടി കാണില്ല. സുഖമില്ലാതായിട്ടില്ല സാറേ. ഇവളെ ഉള്ളിൽ കൂട്ടിട്ടിട്ട് ഇവളെ കുട്ടി എന്റെ അനിയത്തിയാണ്. ഇവളെ ഉള്ളിൽ കൂട്ടിട്ടിട്ട് ഇവളെ ഭർത്താവ് നാട്ടില് ഇവന്റെ കൂടെ ഓടി വന്നതാണ്. ഇവരുടെ കൂടെ ഓടി വന്നതാണ്. ഇവന്റെ കൂടെ അവന്റെ കൂടെ വന്നതാണ്. എന്നെ കൂടെ പറഞ്ഞു. 3 മാസം മുൻപാണ് തമിഴ്നാട്ടിലെ കടലൂർ സ്വദേശി ശ്രീപ്രിയ ഭർത്താവ് മണിലാലിനെ ഉപേക്ഷിച്ച് കാമുകനായ ജയസൂര്യനൊപ്പം തിരൂരിലെത്തിയത്. മുന്നോട്ടുള്ള ജീവിതത്തിന് 11 മാസം പ്രായമുള്ള കുഞ്ഞ് തടസ്സമാണെന്ന് കാമുകൻ പലവട്ടം പറഞ്ഞിരുന്നു. തുടർന്ന് ജയസൂര്യൻ തന്റെ പിതാവിന്റെ സഹായത്തോടെ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നുവെന്നാണ് ഇവർ മൊഴി നൽകിയത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ശ്രീപ്രിയയുടെ ബന്ധുക്കൾ കുട്ടിയെ അന്വേഷിച്ചപ്പോഴാണ് സംഭവം പുറംലോകമറിഞ്ഞത്. കുഞ്ഞെവിടെയെന്ന ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ശ്രീപ്രിയ ആദ്യം നൽകിയത്. തുടർന്ന് ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ശ്രീപ്രിയയുടെ ബന്ധുക്കൾ തന്നെയാണ് പോലീസിനെയും വിവരമറിയിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞ് അസുഖം ബാധിച്ച് മരിച്ചെന്നാണ് ശ്രീപ്രിയ ആദ്യം പറഞ്ഞത്. ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് ഒടുവിൽ മൊഴി നൽകി. കുട്ടിയുടെ മൃതദേഹം ഉപേക്ഷിച്ചതിനെക്കുറിച്ചും പരസ്പര വിരുദ്ധമായാണ് പ്രതികൾ പോലീസിനോട് പറയുന്നത്. മൃതദേഹം തൃശൂരിൽ ഉപേക്ഷിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുമായി പോലീസ് നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന്റെ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഓടയിൽ നിന്നാണ് മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹ അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികൾ പരസ്പര വിരുദ്ധമായ മൊഴി നൽകുന്നതിനാൽ സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. ന്യൂസ് 18 മലപ്പുറം. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ബിഗ് ബോസ് സീസൺ 6 അമ്മ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP. കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ആവശ്യം. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് മാർച്ച്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി.
ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM-നെ പരോക്ഷമായി വിമർശിച്ച് ഗവർണർ. മുതിർന്ന നേതാക്കളാണ് ടി.പി. കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. കമ്മ്യൂണിസം നമ്മളിനി പോകുന്നത് നമ്മുടെ നാട്ടിലെ മതമൈത്രിയുടെയും സഹോദര്യത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മതമൈത്രി സന്ദേശവുമായി ക്ഷേത്രമുറ്റത്ത് മാപ്പിളത്തെയ്യം. കാസർഗോഡ് പുലിക്കുന്ന ഐവർ ഭഗവതി ക്ഷേത്രത്തിലാണ് സാഹോദര്യവും ഐതിഹ്യപെരുമയും വിളിച്ചോതി മാപ്പിളത്തെയ്യമായ ആലിച്ചാമുണ്ടി അരങ്ങിലെത്തിയത്. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കൊട്ടിയാടുന്ന തെയ്യക്കോലമാണ് ആലിത്തെയ്യം. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ ആലിത്തെയ്യം അരങ്ങിലെത്തി. മാപ്പിളത്തെയ്യങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട തെയ്യമാണ് ആലിത്തെയ്യം. ആലിച്ചാമുണ്ടി എന്നും ഈ തെയ്യത്തിന് പേരുണ്ട്. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലം പുലിക്കുന്ന് ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹമേകി. തെയ്യത്തിന്റെ ഐതിഹ്യം ഇതാണ്. കുമ്പള ആരിക്കാടിയിലെ കുന്നിലപ്പുര എന്ന തീയഭവനത്തിൽ താമസിക്കാനിടയായ ആലിമാപ്പിള ആ വീട്ടിലെ സുന്ദരിയായ യുവതിയെ വശത്താക്കാൻ ശ്രമിച്ചു. അത് സാധിക്കാതെ വന്നപ്പോൾ യുവതിയെക്കുറിച്ച് അലി അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. ഇതിന് പരിഹാരമുണ്ടാകാൻ തറവാട്ടിലെ കാരണവർ കുടുംബത്തിന്റെ പരദേവതയായ രക്തചാമുണ്ടിയെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം കുളത്തിൽ കുളിക്കാനിറങ്ങിയ ആലിയുടെ മുന്നിൽ സുന്ദരിയായ സ്ത്രീരൂപത്തിൽ രക്തചാമുണ്ടി പ്രത്യക്ഷപ്പെടുകയും ആലിയെ ആകർഷിക്കുകയും കൂടെ വന്ന ആലിയെ കൊല്ലുകയും ചെയ്തു. തുടർന്ന് ആരിക്കാടി ഐവർ ഭഗവതി സ്ഥാനത്ത് ആലിയെ കെട്ടിയാടിക്കാൻ തുടങ്ങി. സമാന ക്ഷേത്രമായ കാസർഗോഡ് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിലും ആലിത്തെയ്യം കെട്ടിയാടിക്കുന്നു. മരണാനന്തരം ആലിത്തെയ്യമായി മാറി. ആലിത്തെയ്യത്തിന്റെ ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് ഇതര മതസ്ഥരുൾപ്പെടെ ഭക്തരുടെ പ്രവാഹമായിരുന്നു. അണിവടക്കം വരുത്തിയിരിക്കുന്നതായ പരമാർത്ഥമാണ്. മതിച്ചു വന്നിരിക്കുന്നതായ എൻ്റെ കാര്യക്കാരനെ മതത്തെ അടക്കിയിട്ട് ദൈവത്തിനുമായിട്ട് എന്നോട് ചേർത്തിട്ട് ആ ജഗർന്നമാരാധാരമായിട്ട് ഞാനും എൻ്റെ ചങ്ങാതിയും എൻ്റെ കാര്യക്കാരൻ അർത്ഥമുണ്ട്. പുള്ളികരിക്കാളിയമ്മ, പുലിങ്കണ്ടൻ തെയ്യം, മന്ത്രമൂർത്തി, വേട്ടയ്ക്കൊരു മകൻ, പുല്ലൂർണൻ തെയ്യം, പുല്ലൂരാളി, വിഷ്ണുമൂർത്തി തെയ്യം എന്നിവയും അരങ്ങിലെത്തി. ന്യൂസ് 18 കാസർഗോഡ്. പതിവ് തെറ്റാതെ ഈ വർഷവും കൊല്ലം കൊട്ടാരക്കര പള്ളിക്കൽ ദേവി ക്ഷേത്രത്തിൽ പടയണി കോലങ്ങൾ അരങ്ങേറി. പത്തനംതിട്ട ഇലന്തൂർ പടയണി കലാകാരന്മാരുടെ സംഘമാണ് ഭക്തിയുടെ നിറവിൽ കോലങ്ങൾ കെട്ടിയാടിയത്. തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിലായിരുന്നു പടയണിക്കോലങ്ങൾ തുള്ളിയത്. കൊല്ലം കൊട്ടാരക്കര പള്ളിക്കൽ ദേവീക്ഷേത്രത്തിലാണ് പടയണിക്കോലങ്ങൾ അരങ്ങേറിയത്. കൗങ്ങിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങൾ ക്ഷേത്രമുറ്റത്ത് കെട്ടിയാടി. പത്തനംതിട്ട ഇലന്തൂർ ദിലീപും സംഘവുമാണ് 7 വർഷമായി ക്ഷേത്രത്തിൽ പടയണി അവതരിപ്പിക്കുന്നത്. പ്രകൃതി ദേവതകളായ പിശാചുകോലവും മറുതാക്കോലവും യക്ഷിക്കോലവും കാലൻകോലവും ഭൈരവിയും പക്ഷിക്കോലങ്ങളും ഇന്ന് ഈ കളം നിറഞ്ഞ് ആടുന്നതായിരിക്കും. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും അനുഷ്ഠാന കലാരൂപമായ പടയണി 20-ൽ പരം കലാകാരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗണപതിക്കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, കാലൻകോലം തുടങ്ങി അമ്മക്കോലങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായി കെട്ടിയാടി. ന്യൂസ് 18 കൊട്ടാരക്കര.
കയ്യിൽ കാശില്ലാത്തവനും ഫുട്ബോൾ കളിക്കണ്ടേ? കാശില്ലാത്തവന് കാൽപന്ത് കളിക്കാൻ ഒരിടമൊരുക്കി ശ്രദ്ധ നേടിയിരിക്കുകയാണ് എറണാകുളം തൂതിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. കാക്കനാട് തുതിയൂരിലെ സെൽറ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരായിരുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മ. പാടത്തും മൈതാനങ്ങളിലും കളിച്ചു വളർന്നവർ. കൂറ്റൻ കെട്ടിടങ്ങൾ ആ സ്ഥലങ്ങൾ കവർന്നെടുത്തതോടെ കാൽപന്ത് കളിക്ക് ഇടമില്ലാതെയായി. ടർഫുകൾ വാടകയ്ക്കെടുക്കാൻ വലിയ തുക മുടക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പണമില്ലാത്തവർ പതിയെ പതിയെ കാണികളുടെ നിരയിലേക്ക് ഒതുങ്ങി. ഇതോടെയാണ് നാട്ടിലെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാൻ ടർഫ് എന്ന ആശയം രൂപപ്പെട്ടത്. അതിനുള്ള സ്ഥലം ക്ലബ് അംഗം സോജൻ വിട്ടുകൊടുത്തതോടെ നാച്ചുറൽ ടർഫ് എന്ന പേരിൽ ആശയം നടപ്പിലായി. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ വിപിൻ മോഹനും നിഹാൽ സുധീഷും പന്തുരുട്ടിയതോടെ ടർഫ് പന്തുകളി പ്രേമികൾക്കായി തുറന്നുകൊടുത്തു. ടർഫ് പകൽ നേരങ്ങളിൽ സൗജന്യമാണ്. രാത്രികാലങ്ങളിൽ ഫ്ലഡ് ലൈറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നതിനാൽ ചെറിയ വാടക ഈടാക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ കൂടെ കളിച്ചു വളർന്ന നമ്മുടെ കൂട്ടുകാരൻ സോജൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി സൗദിയിലാണ്. പുള്ളി ഈ സ്ഥലം മേടിച്ചു. അപ്പോൾ സ്ഥലം മേടിച്ചപ്പോൾ പുള്ളിക്ക് തന്നെ തോന്നിയ കാര്യമാണ് ഇതിങ്ങനെ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ കളിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളൂ എന്നുള്ളത്. ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രാമീണ വായനശാലയും വിശ്രമസ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വായനശാല സജീവമാണ്. ഇതേപോലെ തന്നെ നാട്ടുകാരുടെ എല്ലാവരും സഹകരണത്തോടെയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെയും ഫണ്ട് ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ സംഭാവനകളൊക്കെ സ്വരൂപിച്ചിട്ട് ഇപ്പം നല്ല രീതിക്കാണ് പോകുന്നത്. കാരണം ഓഫീസ് കാണുമ്പോൾ അറിയാമല്ലോ, അതെല്ലാവരും ഞങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാം. അത്യാവശ്യം ഞങ്ങൾ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ്. അതിപ്പോഴും ഇപ്പോൾ ഒരു 45 ഞങ്ങൾക്കൊക്കെ ഒരു 45 വയസ്സോടായി. ഇപ്പോഴും ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു. വർഷങ്ങൾ കൊണ്ട് സമാഹരിച്ച 12 ലക്ഷത്തിലധികം രൂപയാണ് ടർഫിനായി ചെലവഴിച്ചത്. ഇനി ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുകയാണ് ഈ ചെറുപ്പക്കാരുടെ അടുത്ത ലക്ഷ്യം. അക്കാദമി തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുന്നത്. അത് ഉറപ്പായിട്ടും ഞങ്ങൾ ആ അക്കാദമി തുടങ്ങും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. ഇത്രയും ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അക്കാദമി തുടങ്ങിയിരിക്കും. 1984 ക്ലബ്ബ് രൂപീകരിച്ചത്. 65 പേരുള്ള ഈ കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി ഉപ്പുതുറയിൽ 2 വർഷം മുൻപ് തുടങ്ങിയ കുടിവെള്ള പദ്ധതി ഇനിയും പൂർത്തിയായില്ല. ഇതോടെ തോട്ടം മേഖലയിലെ 150ഓളം കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുകയാണ്. 1 മാസമായി കുടിവെള്ളം വില കൊടുത്ത് വാങ്ങുകയാണിവർ. ഇടുക്കി ഉപ്പുതറ 27 പുതുവൽ പ്രദേശത്ത് 500 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ 1000 രൂപ നൽകണം. ഇതിന് കഴിയാത്തവർ കിലോമീറ്ററുകൾ താണ്ടി താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്നും തലച്ചുമടായി വെള്ളം എത്തിക്കുകയാണ്. പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 2021-22 നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ചീന്തലാർ പുഴക്കരയിൽ കുളവും ടാങ്കും നിർമ്മിച്ചു. തുടർന്നുള്ള പദ്ധതി നടത്തിപ്പ് ഉപ്പുതറ പഞ്ചായത്തിന് കൈമാറി. മോട്ടോർ വിതരണ പൈപ്പ്, വൈദ്യുതി എന്നിവയ്ക്ക് 2022-23 പഞ്ചായത്ത് 5.5 ലക്ഷം രൂപ വകയിരുത്തി. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാത്തതിനാൽ അനുവദിച്ച തുക പാഴായി. ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത രീതിയിലാണ് ഈ കുളം ഇവിടെ കിടക്കുന്നത്. അതുതന്നെയുമല്ല, ഈ കുരിശുമലയുടെ മണ്ടയ്ക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ടാങ്കും പണിത് വെച്ചിട്ടുണ്ട്. ആ ടാങ്ക് അവിടെ പണിത് വെച്ചു, കുളം ഇവിടെ കുത്തിയിട്ടു എന്നല്ലാതെ ജനത്തിന് യാതൊരു പ്രയോജനവുമില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് മുടക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഈ വാർഡിലുള്ള ജനങ്ങളുടെ കുടിവെള്ളത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ് എന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഈ വർഷം ടെൻഡർ ക്ഷണിച്ചെങ്കിലും പണി ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തതിനാൽ പ്രതിസന്ധി തുടരുകയാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. വർണ്ണപ്പൊലിമയിൽ ആറാടി തൃത്താല ഫെസ്റ്റ. വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയിൽ നടന്ന ഗജസംഗമവും ഘോഷയാത്രയും വർണ്ണാഭമായി. ജനകീയ കമ്മിറ്റിക്ക് കീഴിലുള്ള 30ഓളം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൽക്കളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു.
ഇതോടുകൂടി ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ആര്യയെത്തും.